കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഉത്തരരാമായണത്തിലത്തെ 6-ാം സർഗം നമ്മൾ 41-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ, സങ്കല്പമാകുന്ന ചങ്ങലയാൽ അല്ലേ, സങ്കല്പമാണ് നമ്മളെ കെട്ടുന്ന ചങ്ങല, സംസാരബന്ധനെ. അപ്പോൾ സങ്കല്പമാകുന്ന ചങ്ങലയാൽ ബദ്ധനായിട്ട് എപ്പോഴും നമ്മൾ പുത്രൻ, ഭാര്യ, ഗൃഹം ഇങ്ങനെ ഓരോന്നിനെ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. സങ്കല്പയൻ സ്വയം ദേഹി പരിശോചതി സർവദാ ത്രയസ്തസ്യാഹമോ ദേഹ അധമോത്തമമാധ്യമ. സങ്കല്പയൻ ദേഹി, ഈ സങ്കല്പിക്കുന്നവനായ ഈ ജീവൻ, ദേഹി എന്ന ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കണ ആ ചൈതന്യം, അപ്പം ജീവാത്മാവ്. സങ്കല്പയൻ ദേഹി, സങ്കല്പിക്കുന്നവനായ ഈ ജീവാത്മാവ് സർവദാചാരിശോപതി, എല്ലായ്പ്പോഴും അത്യന്തം ദുഃഖിക്കേണ്ടി വരുന്നുണ്ട്. തസ്യ അവന് അധമോത്തമ മധ്യമാഹാത്രയ അഹമഹ ദേഹ. അധമം, ഉത്തമം, മധ്യമം എന്നിങ്ങനെ 3 വിധം അഹങ്കാരങ്ങളുണ്ടെന്ന്. അതായത് ഈ ജീവാത്മാവിന്, ദേഹത്തിലിരിക്കുന്ന ഈ ജീവാത്മാവിന്, അതായത് ജ്ഞാനം ഉദിക്കുന്നത് വരെ എപ്പോഴും ദുഃഖങ്ങളാണ്. 3 തരം അഹങ്കാരമുണ്ട് ഈ ജീവാത്മാവിന്. അതായത് ആ പുത്രൻ, ഭാര്യ, ഗൃഹം, ഇതിനെ ഏഷണ പറഞ്ഞില്ലേ, ത്രയേഷണ എന്ന് പറഞ്ഞല്ലോ, പുത്രനും ഭാര്യയും ഗൃഹവും. അതാണ് 3 ഏഷണകളെ, 3 അറ്റാച്ച്മെൻറ്റുകളെ. അങ്ങനെ സ്നേഹിക്കണ ആ ജീവാത്മാവ് ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ദുഃഖിതനാവും. അങ്ങനെ ദുഃഖിക്കാൻ എപ്പോഴും നമുക്ക് തന്നെ അറിയാലോ, എപ്പോഴും ദുഃഖം മാറി മാറി, ദുഃഖം സുഖം മാറി മാറി വരുമല്ലോ. അതൊക്കെ അങ്ങനെ ഞാനെന്ന് അഭിമാനിക്കാൻ, അതായത് ദേഹാഭിമാനത്തിന് 3 തരം ഉണ്ട്. പിന്നെ ഇങ്ങനെ 3 വിധം അഹങ്കാര ദേഹങ്ങളുണ്ടെന്ന്, അഹങ്കാര ശരീരങ്ങൾ 3 വിധമാണ്. എന്തൊക്കെയാണ്? അധമം, ഉത്തമം, മധ്യമം, അങ്ങനെ 3 അഹങ്കാര ദേഹങ്ങളുണ്ടെന്ന് പറയുകയാണ്. ഇനിയും ഇത് 43 തൊട്ട് 49 വരെ ഒന്നിച്ചാണ് കേട്ടോ. അപ്പം ഞാനത് ഒന്നിച്ചങ്ങോട്ട് വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം പറയേണ്ടി വരും, അല്ലെങ്കിൽ അത് പകുതിയാണ് ഓരോ ശ്ലോകത്തിൽ. തമസ്സത്വരജസംജ്ഞ ജഗത കാരണം സ്ഥിതേ തമോരൂപാധി സങ്കൽപ്പാൽ നിത്യം താമസചേഷ്ടയാ. നോക്കാം നമുക്കല്ലാതെ ഒന്നിച്ച് വായിക്കാണ്ട, പിന്നെ ആദ്യം ഒന്നിച്ച് വായിക്കുകയൊക്കെ ചെയ്യാം. തമ സത്വരജ സംജ്ഞ, എന്താണ്? സത്വം, രജസ്, തമസ് എന്നീ പേരുകളോടുകൂടിയ ഗുണങ്ങൾ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ജഗതഃ സ്ഥിതേ കാരണം, ജഗത്തിൻ്റെ ഈ സ്ഥിതിക്കന്നെ കാരണം, അതായത് ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണം ഈ 3 ഗുണങ്ങളാണ്. തമോരൂപാധി സങ്കല്പ എന്ന് പറഞ്ഞില്ലേ, തമോരൂപാത് സങ്കല്പ, തമോരൂപമായ സങ്കല്പം കൊണ്ട് നിത്യം താമസചേഷ്ട, നിത്യവും തമോരൂപ പ്രവൃത്തിയാൽ വലയുന്നു. അതെന്താ വെച്ചാൽ ലോകത്തിൻ്റെ ഈ നിലനിൽപ്പിന് തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരമല്ലേ. സൃഷ്ടിക്കുന്നതും ഈ തമോ ഗുണത്തിനാണല്ലോ. മഹത്വത്വം ഉണ്ടായി, പിന്നെ അഹങ്കാരം ഉണ്ടായി. പക്ഷേ സൃഷ്ടിച്ചു കഴിഞ്ഞ ലോകത്തിൻ്റെ നിലനിൽപ്പിനും കാരണം ഈ സത്വരജസ് തമോ ഗുണങ്ങൾ എന്ന് പേരോടുകൂടിയ ഈ 3 ഗുണങ്ങളാണ്. ഈ തമോ ഗുണസ്വരൂപമായ സങ്കല്പം കാരണം നമ്മൾ, അതായത് തമോ ഗുണം വർദ്ധിക്കുമ്പോൾ നമ്മൾ തമോ ഗുണ പ്രധാനികൾ, തമോ ഗുണം അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ചീത്ത കർമ്മങ്ങൾ, തമപ്രധാനമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യും അല്ലേ. തമോ ഗുണം അധികമാകുമ്പോൾ, അതായത് തമോ ഗുണമായിട്ടാണ് നമുക്ക് സങ്കല്പിച്ചാൽ നമ്മൾ തമോ പ്രവൃത്തികളാണ്, തമപ്രധാനങ്ങളായ പ്രവൃത്തികൾ ചെയ്യും. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. ആദ്യം പറഞ്ഞു 3 ഗുണങ്ങളാണ് ഈ സൃഷ്ടി കഴിഞ്ഞ സ്ഥിതിക്ക് കാരണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഈ തമോ ഗുണസ്വരൂപമായിട്ടുള്ള സങ്കല്പം ഉണ്ടാവുമ്പോൾ
ആ സങ്കല്പത്തിൽ നിന്നുണ്ടാവുന്ന പ്രവൃത്തികളും തമോ ഗുണപ്രധാനവും. തമോ ഗുണസ്വരൂപം ആണ് സങ്കല്പം ചോട്ടെ, ആ സങ്കല്പം കൊണ്ടുണ്ടാവുന്ന സങ്കല്പത്തിൽ നിന്നുണ്ടാവുന്ന പ്രവൃത്തികളും തമോ ഗുണപ്രധാനവും എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. തമസ്സത്വരജസംജ്ഞാ ജഗതക്കാരണം സ്ഥിതേ തമോരൂപാധി സങ്കല്പാൻ നിത്യം താമസചേഷ്ടയാ. താമസചേഷ്ടകളാണ്. താമസ സങ്കല്പമാണെങ്കിൽ ചേഷ്ടകളും താമസാവും. അത്യന്തം താമസോ ഭൂത്വാ കൃമികീടത്വം ആപ്നുയാത് സത്വരൂപോ ഹി സങ്കല്പോ ധർമ്മജ്ഞാനപരായണ. അപ്പോൾ നമുക്ക് ഇനി എന്താ പറയണേ? അത്യന്തം താമസഃ ഭൂത്വ, ഏറ്റവും തമോ ഗുണം ആയാൽ കൃമികീടത്വം ആപ്നുയാത്, കൃമികീടങ്ങളായിട്ട് ജനിക്കും. മുഴുവന തമോ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ഷുദ്രജീവികളായിട്ട് ജനിക്കും. സത്വരൂപ സങ്കല്പ, സത്വരൂപമായ സങ്കല്പമാണെങ്കിൽ ഈ ധർമ്മജ്ഞാന പരായണന്മാരാവും. അതായത് ധർമ്മത്തിലും ജ്ഞാനത്തിലും താല്പര്യമുള്ളവരായിത്തീരും. അതാണ് ഇപ്പോൾ ആദ്യം ഇപ്പോൾ തമസിൻ്റെയും സത്വഗുണത്തിൻ്റെയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ പിന്നെ എന്താണ് തമോ ഗുണമാണ് പ്രധാനം ചോട്ടെ. അതായത് കൂടുതൽ തമോ ഗുണത്തോടു കൂടി തമോ ഗുണ സങ്കല്പമാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ ഭയങ്കര തമോ ഗുണത്തോടു കൂടിയവനായിട്ട് കൃമികീടാദി ശരീരങ്ങൾ നമുക്ക് എടുക്കേണ്ടി വരും. തമോ ഗുണ സങ്കല്പമാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ അത്ര മോശപ്പെട്ട, അതായത് ഒരു തരത്തിലുള്ള എപ്പോഴും ഇങ്ങനെ ഉണ്ടാണ്ട ചളിയിലും ഇതിലൊക്കെ കിടക്കുമല്ലോ ഈ കൃമികളൊക്കെ. പിന്നെന്താണ്, മലത്തിലും മൂത്രത്തിലും അല്ലെങ്കിൽ വൃത്തികെട്ട അങ്ങനത്തെ കൃമികളായിട്ടാണ് ജനിക്കുക തമോ ഗുണ സങ്കല്പമാണെങ്കിൽ. പിന്നെയോ സത്വഗുണപ്രധാനമായിട്ടുള്ള സങ്കല്പമുള്ള ജീവാത്മാവ്, അതായത് തമോ ഗുണപ്രധാനമായിട്ടുള്ള സങ്കല്പമുള്ള ജീവാത്മാക്കളെ ഈ ദേഹം, പുതിയൊരു ദേഹം എടുക്കുമ്പോൾ എപ്പോഴും തമോ ഗുണപ്രധാനമായിട്ടുള്ള ജന്തുക്കളായിട്ട് ജനിക്കുക. അതായത് തമോ ഗുണപ്രധാനമാണ് ജീവാത്മാവ് വെച്ചാൽ അവരെടുക്കണ ദേഹം കൃമികളുടെയും പുഴുക്കളുടെയൊക്കെ ആവും. സത്വഗുണപ്രധാനമായിട്ടുള്ള ജീവാത്മാക്കൾ അവർ സങ്കല്പം സാത്വികാവുമല്ലോ. അങ്ങനെയുള്ള പിന്നെ ഈ ജീവാത്മാവ് ധർമ്മത്തിലും ധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലും ജ്ഞാനം സമ്പാദിക്കുന്നതിലും താല്പര്യമുള്ളവനായിട്ട് ജനിക്കും. മനുഷ്യന്മാർ തന്നെ ആവണം, അല്ലാണ്ട് പറ്റില്ലല്ലോ. ധർമ്മത്തിലും ജ്ഞാനത്തിലൊക്കെ താല്പര്യം വെച്ചാൽ നല്ല സത്വഗുണപ്രധാനം ആയിട്ടുള്ള ജീവാത്മാക്കളെ ഒരു ശരീരം എടുക്കുമ്പോൾ ജ്ഞാനം ആഗ്രഹിച്ചിട്ടും ധർമ്മപ്രവൃത്തികൾ മാത്രം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഉള്ള ശരീരമാണ് എടുത്ത് ജനിക്കുക. ഇനി 3 അത് അത്യന്തം താമസോ ഭൂത്വാ കൃമികീടത്വമാപ്നുയാ സത്വരൂപോ ഹി സങ്കല്പോ ധർമ്മജ്ഞാനപരായണഃ അദൂരമോക്ഷസാമ്രാജ്യഃ സുഖരൂപോ ഹി തിഷ്ഠതി രജോരൂപോ ഹി സങ്കല്പോ ലോകേ സവ്യവഹാരവാൻ. പിന്നെ ഈ രജോഗുണം പറയുന്നുണ്ട് കേട്ടോ. അദൂരമോക്ഷ സാമ്രാജ്യ, അദൂരത്തിൽ വെച്ചാൽ അടുത്ത നർത്ഥം, ദൂരമില്ലാത്ത എന്നാണോ അദൂരം. അദൂരം വെച്ചാൽ ദൂരത്തല്ലാത്ത അല്ലെങ്കിൽ അടുത്ത്. അദൂരത്തിൽ മോക്ഷം കിട്ടുന്നവനും, അതായത് അധികം താമസിയാതെ മോക്ഷം ലഭിക്കുന്നവനും സുഖരൂപ തിഷ്ഠതിഹി സുഖസ്വരൂപനമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതായത് ഇപ്പോൾ സത്വഗുണത്തിൻ്റെ കണ്ടിന്യൂഷനാണ് പറഞ്ഞില്ലേ, സത്വഗുണപ്രധാനിയായിട്ടുള്ള ജീവാത്മാവിന് ജ്ഞാനം സമ്പാദിക്കാനും ധാർമ്മികമായിട്ട് ജീവിക്കാനുള്ള ഒരു ശരീരമാണ് കിട്ടുക എന്ന് മാത്രമല്ല, അവർക്ക് അധികം താമസിയാതെ മോക്ഷം ലഭിക്കും. അതാണ് അദൂരത്തിൽ മോക്ഷ സാമ്രാജ്യം ഉണ്ടെന്ന് പറഞ്ഞത്. അധികം ജന്മങ്ങൾ വേണ്ട, 1-2 ജന്മങ്ങൾ കൊണ്ട് ഈ സത്വഗുണപ്രധാനികൾ ജനിച്ചാൽ ജ്ഞാനം സമ്പാദിക്കാനും ധർമ്മമായിട്ട് ജീവിക്കാനും അല്ലേ അവർക്ക് ആഗ്രഹം. അങ്ങനെ ജീവിച്ചാൽ അധികം താമസിയാതെ മോക്ഷം ലഭിക്കും. എന്നിട്ട് സുഖസ്വരൂപം, കുറച്ച് കഴിഞ്ഞ് മോക്ഷം ലഭിച്ചു വെച്ചാൽ എന്താ, ആനന്ദസ്വരൂപനായിട്ട് പരമാത്മാവ് തന്നെയായിട്ട് വർത്തിക്കുകയാണ്. പിന്നെ ഒന്നുമില്ലല്ലോ, മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവനൊന്നുമില്ല. അങ്ങനെ അവർ സുഖസ്വരൂപനും ആനന്ദസ്വരൂപനായിട്ട് വർത്തിക്കുന്നു. അത് കഴിഞ്ഞു. ഇനി അത് തന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ എന്താ പറയണ വെച്ചാൽ രജോരൂപ സങ്കല്പ. ഈ രജോ ഗുണപ്രധാനികളായിട്ടുള്ള ജീവാത്മാക്കളെ ലോകത്തിൽ സഹ അവൻ വ്യവഹാരവാൻ, ഭയങ്കര വ്യവഹാരം ഇഷ്ടമുള്ള ആളായിരിക്കും.
രജോ ഗുണപ്രധാനികളാണ് ഭയങ്കര ആക്റ്റീവേ. അപ്പോൾ രജോ ഗുണപ്രധാനികളായിട്ടുള്ള ജീവാത്മാവ് വ്യവഹാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം നമ്മൾ എന്താ പറയുക, ബിസിനസ് പോലെ അല്ലെങ്കിൽ ധാരാളം പ്രവൃത്തികൾ ചെയ്യുക, ഫലം കിട്ടുക, പ്രവൃത്തികൾ ചെയ്യുക, ഫലം കിട്ടുക, അങ്ങനെയാണ് അവരുടെ ആഗ്രഹം. രജോ ഗുണപ്രധാനികളായിട്ടുള്ള ജീവാത്മാക്കൾ എടുക്കുന്ന ശരീരം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ജന്മം എങ്ങനെയാവും? ഭയങ്കര ചൊറുചൊറുക്കോടെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക, എന്തെങ്കിലും ഫലം ആഗ്രഹിച്ചിട്ടാട്ടോ രജോ ഗുണപ്രധാനികൾ ഫലം ആഗ്രഹിക്കും, ഹാർഡ് വർക്ക് ചെയ്യും, അത് കിട്ടും. പിന്നെ കുറച്ചും കൂടിയും കിട്ടാം, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ പ്രവൃത്തി നിരതന്മാരാണ്. അതായത് ഫലാപേക്ഷയോടുകൂടി പ്രവൃത്തികൾ ചെയ്യുന്ന പ്രവൃത്തി നിരതന്മാരായിത്തീരും. ആര്? രജോ ഗുണപ്രധാനികളായിട്ടുള്ള ജീവാത്മാവ് ദേഹം എടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ തമോ ഗുണപ്രധാനികൾ കൃമികളൊക്കെ ആയിട്ട് ജനിക്കും. സത്വഗുണപ്രധാനികളെ ജ്ഞാനം ആഗ്രഹിക്കുന്ന ഈ മോക്ഷേച്ഛുക്കളായിട്ട് ജനിക്കും സത്വഗുണപ്രധാനികളായിട്ടുള്ള ജീവാത്മാവ്. രജോ ഗുണപ്രധാനികളാണ് ഈ ശരിക്കും ലോകം കൊണ്ടു നടക്കണം. അതായത് പ്രവർത്തിക്കുക, ഫലം വേണച്ചിട്ട് നമ്മളൊക്കെ ഒരു കണക്കിൽ അങ്ങനെയാണ്. ഓരോ പ്രവൃത്തി, എനിക്കത് വേണം ഇത് വേണച്ച് പഠിക്കുക, ജോലി എടുക്കുക, പിന്നെ കമ്പീറ്റ് ചെയ്യുക, അങ്ങനെ അതാണ് രജോ ഗുണപ്രധാനികൾ ഈ ലോകത്തിൽ. അതായത് ഈ ഭൗതിക ലോകത്ത് സക്സസ്ഫുൾ ആവാൻ വേണ്ടി വർത്തിക്കുന്നതും കൊണ്ടേയിരിക്കും. അതാണ് രജോ ഗുണപ്രധാനികൾ കേട്ടോ. വ്യവഹാരമുള്ളവനായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി വായിച്ചിട്ട് അടുത്തേക്ക് പോവാം. അദൂരമോക്ഷ സാമ്രാജ്യ, അത് ഈ ആദ്യത്തെ ഭാഗം പറഞ്ഞത്, അതിൻ്റെ മുമ്പ് പറഞ്ഞ സത്വഗുണപ്രധാനികൾക്ക് വേഗം മോക്ഷം കിട്ടുന്നേ, എന്നിട്ട് സുഖമായിട്ട് വർത്തിക്കും. അതായത് സുഖസ്വരൂപനായിട്ട് പരബ്രഹ്മമായിട്ട് വർത്തിക്കും. അദൂരമോക്ഷ സാമ്രാജ്യ സുഖരൂപോ ഹി തിഷ്ഠതി രജോരൂപോ ഹി സങ്കല്പോ ലോകേ സവ്യവഹാരവാൻ. രജോ ഗുണപ്രധാനികൾ പ്രവൃത്തി നിരതന്മാരാവും. ഇനി പരിതിഷ്ഠതി സംസാരേ പുത്രധാരാനുരഞ്ജിത ത്രിവിധം തു പരിത്യജ്യ രൂപമേ തന്മഹാമതേ. കണ്ടിന്യൂ ചെയ്യാണ് ഈ രജോ ഗുണപ്രധാനികളുടെ. എന്താണ്? സംസാരത്തിൽ പുത്രദാനാനുരഞ്ജിത, പുത്രന്മാരോടും ഭാര്യമാരോടും നല്ല അറ്റാച്ച്മെൻ്റ് ആവും ഈ രജോ ഗുണപ്രധാനികൾക്ക്. ലോകത്തിൽ സ്വന്തം കുടുംബത്തിനെയും മക്കളെയൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. പിന്നെയോ മഹാമതേ, അല്ലയോ മഹാബുദ്ധിശാലിൻ, ഏത ത്രിവിധം രൂപം, ഈ 3 വിധ രൂപത്തെ എന്താ പരിത്യജ്യ, ഈ മൂന്ന് വിധത്തിലുള്ള ജീവാത്മാക്കളെയും സ്വഭാവം പരിത്യജിച്ചിട്ട്, അല്ലേ, പരിത്യജ്യ, അതെ, പിന്നെ ഈ 3 ഇത് പരിത്യജ്യ അതിങ്ങ അടുത്തേലാണ് കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ 3നെയും പരിത്യജിച്ചിട്ട് എന്ന് പറഞ്ഞ ആ ശ്ലോകം നിൽക്കുകയാണ് കേട്ടോ. പരിതിഷ്ഠതി സംസാരേ പുത്രധാരാനുരഞ്ജിത, 3 വിധം പറഞ്ഞല്ലോ. തമസ്സും തമോ ഗുണപ്രധാനവും സത്വഗുണപ്രധാനവും രജോ ഗുണപ്രധാനമായിട്ടുള്ള 3 ജീവാത്മാക്കളെയൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയുകയാണ് ഈ 3 എണ്ണത്തിനെയും പരിത്യജിച്ചിട്ട് ത്രിവിധം തു പരിത്യജ്യ. പരിതിഷ്ഠതി സംസാരേ പുത്രധാരാനുരഞ്ജിത, അത് രജോ ഗുണം. എന്നിട്ട് പിന്നെ അത് 3 പറഞ്ഞതിന് ശേഷം പറയുകയാണ് ഈ 3 വിധം ത്രിവിധം തു പരിത്യജിച്ചിട്ട് രൂപമേ തന്മഹാമതേ. അതായത് ഹേ മഹാമതേ, ഈ 3 വിധ രൂപത്തെ പരിത്യജിച്ചിട്ട് ഇനിയാണ് പറയണത്, അടുത്തേക്ക് പോയാലേ പറ്റുള്ളൂ. സങ്കല്പ പരമാപ്നോതി പദമാത്മപരീക്ഷയെ ദൃഷ്ടീഹി സർവാഹ പരിത്യജ്യ നിയമ്യ മനഃ. എന്നിട്ട് എന്താ പറഞ്ഞ വെച്ചാൽ ഈ 3 വിധം രൂപത്തെ പരിത്യജിച്ചിട്ട് ആത്മപരീക്ഷയെ, തൻ്റെ നാശത്തിൽ, ആത്മപരീക്ഷയം എന്താ? ആത്മനാശം. തൻ്റെ നാശത്തിൽ സങ്കല്പ പരംപദം ആപ്നോതി, സങ്കല്പം പരമപദത്തെ പ്രാപിക്കും. സർവാഹ ദൃഷ്ടി പരിത്യജ്യ, എല്ലാം ദൃഷ്ടികളെ പരിത്യജിച്ചിട്ട് മനഃ നിയമ്യ, മനസ്സുകൊണ്ട് മനസ്സിനെ അടക്കിയിട്ട് അവിടെ നിർത്തണം. അങ്ങനെയാണ് നമുക്ക്. എന്താ അറിയോ, ഹേ മഹാബുദ്ധിശാലൻ, ഈ 3 വിധം സങ്കല്പങ്ങളെയും പരിത്യജിച്ചിട്ട് ഈ സങ്കല്പം, ഒരു സങ്കല്പം ഇല്ല. അപ്പോൾ സങ്കല്പത്തിൻ്റെ നാശത്തിൽ, അപ്പം ഇവിടെ ആത്മനാശം എന്ന് പറഞ്ഞാൽ ആത്മാവ് പറഞ്ഞ ഇവിടെ മനസ്സിനെ, അങ്ങനെ പലപ്പോഴും ആത്മനാന്നൊക്കെ ഉള്ളത് മനസ്സിനെ കാണിക്കുന്നതാണ്. അപ്പം ഇവിടെ ശരിക്കും നമ്മൾ പറയുന്ന ആത്മാവല്ല. ആത്മനാശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 3 വിധത്തിൽ നമ്മൾ പറഞ്ഞ സങ്കല്പത്തും നശിച്ചു കഴിഞ്ഞാൽ അവർ പരമപദത്തെ പ്രാപിക്കുന്ന. അതുകൊണ്ട് ഹേ ബുദ്ധിശാലിൻ,
ഈ 3 വിധം സങ്കല്പങ്ങളെയും ആരാണ് പരിത്യജിക്കണത്? ഏത് 3 വിധം അറിയോ? തമോ ഗുണസങ്കല്പവും രജോ ഗുണസങ്കല്പവും സത്വഗുണസങ്കല്പവും 3ഉം ആരാണ് ത്യജിക്കണത് വെച്ചാൽ, അങ്ങനെ 3 സങ്കല്പം നശിച്ചാൽ പിന്നെ നമ്മൾ പരബ്രഹ്മത്തെ തന്നെ ആത്മസാക്ഷാത്കാരം അവർക്ക് ലഭിക്കും. അതാണ് ഇതിൽ പറഞ്ഞത്. സങ്കല്പ പരമാപ്നോതി പദം ആത്മപരീക്ഷയെ. ആത്മപരീക്ഷയെന്ന് വെച്ചാൽ ആത്മനാശം വെച്ചാൽ ആത്മാവിൻ്റെ നാശമല്ല, ഈ പറഞ്ഞ മനസ്സിലെ സങ്കല്പങ്ങളുടെ നാശം, മനസ്സിൻ്റെ നാശം എന്നാണ്. അല്ലെങ്കിൽ മനസ്സിന് അപ്പുറം പോണേ. അപ്പം ഇവിടെ ആത്മാന്ന് പറയണത് എന്താണ്? മനസ്സിനെയാണ്. ആ മനസ്സിലാണല്ലോ ഈ 3 സങ്കല്പവും. ആ മനസ്സിനെ ഇങ്ങോട്ട് നശിപ്പിക്കണം. ആ മനസ്സ് നശിച്ചു കഴിഞ്ഞാൽ ദൃഷ്ടി ഹി സർവാപരിത്യജ്യ നിയമ്യ മനസാ മനഃ. അപ്പോൾ സർവ്വദൃഷ്ടികളെ ഒന്നും പിന്നില്ല, നമുക്ക് പരിത്യജിച്ചിട്ട് നമ്മളെ മനസ്സിനെ അടക്കിയിട്ട് നമ്മൾ മറ്റ് പരബ്രഹ്മത്തിലെത്തുന്നതാണ്. സബാഹ്യാഭ്യന്തരാർത്ഥസ്യ സങ്കല്പസ്യ ക്ഷയം ഗുരു യതി വർഷസഹസ്രാണി തപശ്ചരസി ദാരുണം പാതാളസ്ഥസ്യ ഭൂസ്ഥസ്യ സ്വർഗസ്ഥസ്യാപി തേനഖ. അത് 3 വരിയാണ് കേട്ടോ. അതെന്താ നോക്കാം. സബാഹ്യാഭ്യന്തരാർത്ഥസ്യ സങ്കല്പസ്യ. ബാഹ്യ ആഭ്യന്തരാർത്ഥ, അതായത് ബാഹ്യവും അകത്തും പുറത്തും അകത്തുമുള്ള അർത്ഥങ്ങളോടുകൂടിയ സങ്കല്പത്തിനെ മുഴുവൻ ക്ഷയം ഗുരു ക്ഷയിക്കണം. ഒരു സങ്കല്പരഹിതാവണമെന്ന്. ദാരുണം തപ, ഭയങ്കരമായ തപസ്സിനെ വർഷസഹസ്രാണി പരസീയതി, 1000 വർഷക്കാലം ചെയ്യുന്നുവെങ്കിലും അതില്ലെങ്കിലേ, ഈ നമ്മളെ മനസ്സിൽ സങ്കല്പങ്ങൾ ക്ഷയിച്ചിട്ടില്ലെങ്കിൽ 1000 വർഷം തപസ് ചെയ്താലും പാതാളസ്ഥസ്യ, പാതാളത്തിലിരിക്കുന്നവനായാലും ഭൂസ്ഥസ്യ, ഭൂലോകത്തിലിരിക്കുന്നവനായാലും സ്വർഗസ്ഥസ്യ, സ്വർഗത്തിലിരിക്കുന്നവനായും അനഘ, ഹേ പാപരഹിത. എന്നിട്ട് പിന്നെ അത്രയും പറഞ്ഞിട്ട് പിന്നെ അവസാനത്തെ വരിയും കൂടി ചെല്ലണം. നാണ്യ കശ്ചിതുപായോസ്തി സങ്കല്പോപശമാതൃതേ എന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുകയാണ്, ഹേ അനഘ, പാപമില്ലാത്തവനെ, നിനക്ക് സങ്കല്പോശമാത് ഹൃദേ, സങ്കല്പത്തിൻ്റെ ഉപശമത്തെ ഒഴിച്ച്, അതായത് സങ്കല്പം നശിക്കുന്നതൊഴിച്ച്, സങ്കല്പത്തെ ഒഴിവാക്കുന്നതൊഴിച്ച് അന്യഹ കശ്ചിത് ഉപായ നാസ്തി, വേറെ യാതൊരു ഉപായവും ഇല്ലയെന്ന് ആത്മസാക്ഷാത്കാരത്തിന്. മനസ്സിലെ എല്ലാ സങ്കല്പങ്ങളെയും കളയന്നെ വേണം എന്നാണ് പറയണത്. അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ഈ ഇപ്പം 43 തൊട്ട് 49 വരെ ഒന്ന് ഒന്നിച്ച് നമുക്ക് പറയാൻ നോക്കാം. ലോകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തെ അതല്ലേ പറഞ്ഞ, ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണം സത്വരജസ് തമോ ഗുണങ്ങളാണ്. തമോ ഗുണപ്രധാനമായിട്ടുള്ള ഒരു ജീവാത്മാവ് തമോ ഗുണപ്രധാനമായിട്ടുള്ള ഒരു ശരീരം തന്നെ എടുക്കുക. ഏതുപോലെ? ഏത് ശരീരം പോലെ? കൃമി, കീടം, അങ്ങനത്തെ ക്ഷുദ്രജീവികളുടെ ശരീരം എടുക്കും തമോ ഗുണപ്രധാനികളായിട്ടുള്ള ജീവാത്മാവ്. സത്വഗുണപ്രധാനികളായിട്ടുള്ള ജീവാത്മാക്കളെ ധർമ്മം ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാനും ജ്ഞാനം സമ്പാദനത്തിനും ആഗ്രഹമുള്ള ശരീരങ്ങൾ സ്വീകരിക്കും. അങ്ങനെ സത്വഗുണപ്രധാനികളെ സ്വീകരിക്കുന്ന ജ്ഞാനം, വളരെ ജ്ഞാനദാഹം, മുമുക്ഷുക്കളായി ജനിക്കുമ്പോൾ മോക്ഷം അധികം ദൂരത്തല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ മോക്ഷം കിട്ടിയ സുഖം ആയിട്ടിരിക്കുമല്ലോ. രജോ ഗുണപ്രധാനികളായിട്ടുള്ള ജീവാത്മാക്കളെ ലോകത്തിലെ ഭാര്യാപുത്രാദികളോടൊക്കെ കൂടി ചേർന്ന് ഈ ഭൗതികമായിട്ടുള്ള വിജയത്തിന് വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഹേ മഹാബുദ്ധിശാലിൻ, ഈ 3 വിധം ഉള്ള സങ്കല്പങ്ങളെയും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അല്ലെങ്കിൽ പരിത്യജിച്ച് സങ്കല്പനാശം വരുമ്പോൾ, എല്ലാ സങ്കല്പവും നശിച്ചാലാണ് പരമപദത്തെ പ്രാപിക്കുക. ഈ സത്വപ്രധാനമായിട്ടുള്ള മനസ്സുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് വേണം വെച്ചാൽ, ആദ്യം നമ്മൾ തമോ ഗുണത്തിനെ ഇല്ലാണ്ടാക്കണം. പിന്നെ രജോ ഗുണത്തിനെയും ഈ സത്വഗുണം കൊണ്ട്, സത്യം പറയാച്ചാൽ സത്വഗുണം കൊണ്ട് തമോ ഗുണത്തിന് രജോ ഗുണത്തിനെ ഇല്ലാണ്ടാക്കണം. എന്നിട്ട് പിന്നെ വെറും സത്വഗുണപ്രധാനമാകുമ്പോൾ അതിനെയും കൂടി ത്യജിക്കണം. അങ്ങനെ എല്ലാ മൂന്ന് ഗുണങ്ങളെയും കംപ്ലീറ്റ്ലി ത്യജിച്ചാൽ, എല്ലാ സങ്കല്പങ്ങളും മുഴുവൻ പരിത്യജിച്ച് ഗുണവും ദോഷത്തിനും മീതിയായി പോകണം. അതായത് സത്വഗുണം ഒരു ഗുണങ്ങളും ഇല്ലാതെ ഗുണാതീതമായി പോകണം.
ആദ്യം തമോ ഗുണത്തിനെയും രജോ ഗുണത്തിനെയും നശിപ്പിക്കണം സത്വഗുണം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് സത്വഗുണം ഉപേക്ഷിക്കണം, സത്വഗുണ സങ്കല്പവും ഉപേക്ഷിക്കണം. അങ്ങനെ ഗുണാതീതനായി പോണം. ബാഹ്യമായിട്ടും ആന്തരമായിട്ടുള്ള എല്ലാ ഭാവനകളെയും സങ്കല്പങ്ങളെയും നമ്മൾ കളയന്നെ വേണം. 1000 വർഷക്കാലം തപസ് ചെയ്താലും പാതാളത്തിലോ ഭൂമിയിലോ സ്വർഗത്തിലോ എവിടെ ഇരുന്നാലും വേണ്ടില്ല, സങ്കല്പങ്ങളെ മുഴുവൻ കളഞ്ഞാലല്ലാതെ, സങ്കല്പങ്ങളെ ശമിപ്പിക്കാതെ ഈ സംസാരബന്ധത്തിൽ നിന്ന് ഒരിക്കലും മോചിതനാകാൻ സാധിക്കില്ല. ഗുണാതീതനായി പോണം. ഈ ഗുണം ഉണ്ടെങ്കിൽ എന്താ അറിയോ, ഏത് ഗുണാധികം വെച്ചാൽ അതനുസരിച്ചിട്ട് ജീവാത്മാവ് ആ ജീവെടുക്കേ. അപ്പം അവിടെയും പിന്നെയും പ്രവൃത്തി ചെയ്ത കർമ്മം അങ്ങനെ. അപ്പം സത്വഗുണമായാലേ മോക്ഷേച്ഛുക്കളായിട്ടാണല്ലോ ജീവിക്കണം. അപ്പം പിന്നെ കുറയും. പക്ഷേ ആ സത്വഗുണത്തിൽ നിന്നുള്ള സങ്കല്പം, അതായത് എനിക്ക് ജ്ഞാനം വേണം, മോക്ഷം വേണം, ആ സങ്കല്പം കൂടി ഇല്ലാതാവണം. അങ്ങനെ സങ്കല്പരഹിതമായാലല്ലാതെ എവിടെ ഇരുന്നാലും, ഭൂമിയിലോ പാതാളത്തിലോ സ്വർഗത്തിൽ എവിടെ ഇരുന്നാലും സങ്കല്പരഹിതമായ ഒരു മനസ്സ് ഉണ്ടായിട്ട്, അല്ലെങ്കിൽ സങ്കല്പരഹിതമായി ഗുണങ്ങൾക്കതീതമായി പോയി സങ്കല്പങ്ങൾക്കതീതമായി വർത്തിച്ചാൽ മാത്രമേ നമുക്ക് മുക്തി കിട്ടുള്ളൂ ഈ സംസാരത്തിൽ നിന്ന്. വേറെ ഒരു ഉപായവുമില്ല എന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത് വായിച്ചല്ലോ നമ്മളെ. രണ്ടാമത് വായിക്കണ്ട, നോക്കട്ടെ. ഇപ്പോൾ സമയം എത്ര? 21 മിനിറ്റായി. ഓക്കെ, ഇനിയിപ്പോൾ 50 വായിക്കാം. അനാബാധേ വികാരേ സ്വേ സുഖേ പരമപാവനെ സങ്കല്പോപശമേ യത്നം പൗരുഷേണ പരം കുരു. അനാബാധേ, ബാധയില്ലാത്തതും, അവികാരേ ചന്ത വികാരമില്ലാത്തതും, പരമപാവനെ ച വളരെ പരിശുദ്ധവും, സങ്കല്പോപശമേ സങ്കല്പത്തിൻ്റെ ശമനത്തോടു കൂടിയതുമായ സ്വേ സുഖേ ആ സ്വരൂപസുഖം, സ്വസ്വരൂപസുഖത്തിൽ പൗരുഷേണ പുരുഷകാരത്താൽ പരം യത്നം കുരു, പരമയത്നം ചെയ്താലും. അതുകൊണ്ട് എന്താ ഉപദേശിക്കണ വെച്ചാൽ, അതുകൊണ്ട് ദുഃഖം ഇല്ലാതെയും വിഷയങ്ങളായിട്ട് യാതൊരു സംബന്ധം കൂടാതെയും നമുക്ക് പ്രാപിക്കാൻ ഏറ്റവും യോഗ്യവും ശുദ്ധവുമായ ആ സ്വസ്വരൂപത്തെ പ്രാപിക്കാൻ നീ എല്ലാ സങ്കല്പത്തെയും നിശേഷം നശിപ്പിക്കാനുള്ള പരമപ്രയത്നം ചെയ്യൂ എന്നാണ് പറയണത്. എല്ലാ സങ്കല്പങ്ങളെയും നിശേഷം നശിപ്പിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്യൂ. എന്നാൽ മാത്രമേ നിനക്ക് ദുഃഖത്തിൻ്റെ മിശ്രമില്ലാതെ വിഷയസംബന്ധമായിട്ടുള്ള യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ഏറ്റവും പ്രാപിക്കാൻ യോഗ്യമായിട്ടുള്ള ആ പരമപദത്തെ അല്ലെങ്കിൽ സ്വസ്വരൂപത്തെ പ്രാപിക്കാൻ നിനക്ക് അർഹത ഈ സങ്കല്പത്തെ നിശേഷം നശിപ്പിച്ചാലേ ഉണ്ടാവുള്ളൂ. സമസ്ത സങ്കല്പത്തിൻ്റെയും ഉപശമനം മാത്രമേ ആത്മാനന്ദം നൽകുകയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. സർവസങ്കല്പത്തിൻ്റെയും ഉപശമത്തിലെ മാത്രമേ നമുക്ക് സ്വസ്വരൂപത്തിൽ എത്താൻ പറ്റുള്ളൂ. ആ സച്ചിദാനന്ദമായി തന്നെ തീരണമെങ്കിൽ എല്ലാ സങ്കല്പങ്ങളും പോയിട്ട് സച്ചിദാനന്ദ രൂപമായി വർത്തിക്കണമെങ്കിൽ അതേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി അനാബാധേ വികാരേ സ്വേ സുഖേ പരമപാവനെ സങ്കല്പോപശമേ യത്നം പൗരുഷേണ പരം കുരു. ഇപ്പം എത്രയായി സമയം നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ഇനി 1, 2, 3 ശ്ലോകം കൂടി ഉള്ളൂ. പക്ഷെ അത് ആകുമ്പോഴേക്കും 30 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ നിർത്താം 50 കഴിഞ്ഞിട്ട്. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.